ചെറ്റ ലൈവ് വല്ലതും കാണുന്നുണ്ടെങ്കിൽ ഊളയ്ക്കുണ്ടായവനെ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ആ ഊളയോട് നിന്റെ ലൈവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പന്നവനോട് പറഞ്ഞേരെ. ഞാൻ സത്യത്തിൽ അവനെ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രദേശത്ത് വല്ലതും യെരുശലേമിൽ എവിടെ കണ്ടാലും അവൻ്റെ കാരണം ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നു. ഇവിടെ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു. പക്ഷെ ആ പന്ന നാറി ഇവിടെ വന്നില്ല. വരുന്നതിന് മുമ്പേ പണി കിട്ടിക്കാണും അവനെവിടെയെങ്കിലും. അതുകൊണ്ട് അവനിവിടെ വരാത്തത്. അവൻ നാട്ടിലിരുന്നുകൊണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ സുരക്ഷാ പരിശോധന ആക്കുന്നത്. എൻ്റെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം എടുത്തു, കയ്യിലും എല്ലാം അവരെടുത്തു, ഫോണ് എല്ലാം എടുത്തു. എൻ്റെ പാൻറ് വരെ ഊരി കേട്ടോ, പാൻറ് വരെ ഊരിയിട്ടാണ് ഫുള്ള് ചെക്ക് ചെയ്തത്. 4 മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂറായിട്ട് 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു, എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു, ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു, എൻ്റെ മതപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, ഫാമിലിപരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു, തലവേദന എടുക്കുന്നു. ഇത്രയും ജീവിതത്തിലെ ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല. ഹബീബി, വെൽക്കം ടു ഇസ്രായേൽ. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുവാണ്. എൻ്റെ സൗണ്ട് എല്ലാം പോയിരിക്കുന്നു. ഹബീബി അഗൈൻ വെൽക്കം ടു ഇസ്രായേൽ. തീട്ടത്തിൽ നിന്ന് വേറൊരു തീട്ടം ഉണ്ടായ ഒരു കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആ ഒരു വ്യക്തിയുടെ പേരാണ് റീന അലക്സ്, റീന ഫ്രാൻസിസ്, അതാ റീന ജോണ്. അല്ല, ആപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. ഇപ്പോൾ ഇതിലേതാണ് ഇപ്പോൾ പേര്? കാരണം ഒരുപാട് പേരുണ്ട് ഈ കൂട്ടിച്ചേർക്കാൻ. ഈ റീനയുടെ കൂടെ കൂട്ടിച്ചേർക്കാൻ ഒരുപാട് പേരുകൾ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ ഇതിൽ റീന അലക്സ് ആണോ, റീന ജോണാണോ, റീന ഫ്രാൻസിസ് ആണോ, എന്താണേലും നമ്മളെന്താണ് കൊതം അമ്മച്ചി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. വെറും കൊതത്തിനോട് മാത്രം സ്നേഹമുള്ള, അല്ലെങ്കിൽ കൊതം മാത്രം ആരാധിച്ചുകൊണ്ട് നടക്കണ, ഇസ്രായേലിൽ നിന്നുകൊണ്ട് നമ്മുടെ മലയാളികളുടെയൊക്കെ തീട്ടം മാത്രം തിന്ന് ജീവിക്കണ ഒരു കൊതം അമ്മച്ചി. കൊതം എന്ന് പറഞ്ഞാൽ വെറും കൊതത്തിനോട് മാത്രം എന്ത് പറഞ്ഞാലും കൊതം കൊതം കൊതം. എന്താ അല്ലേ, ഈ കൊതത്തിനെ മാത്രം ആരാധിക്കുക. ഇസ്രായേൽ ഇപ്പോൾ കൊതം കച്ചവടമാണ് തോന്നുന്നു, വെറും കൊതത്തിനോട് മാത്രം. എന്താണെങ്കിലും നമ്മുടെ അമ്മച്ചിക്ക് ഇപ്പോൾ എന്താണ്, നമ്മുടെ മാഹീൻ മച്ചാനൊന്ന് തല്ലണം, അല്ലെങ്കിൽ ഒന്ന് ചെറിയിലൊന്ന് തലോടണം. ആ ഒരു ആഗ്രഹമാണ് അമ്മച്ചിക്ക്. ഈ അമ്മച്ചിക്ക് ലൈവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വെറും പുല്ലും പൊലാട്ടും, അങ്ങനെ തന്നെ പറയാം. ആ നാവിന്ന് വരുന്നത് വെറും പുല്ലും പൊലാട്ടുമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറപ്പ് തോന്നണമായിട്ടുള്ള വർത്താനാണ് ഈ അമ്മച്ചിയുടെ, ഈ കൊതം അമ്മച്ചിയുടെ നാവിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അമ്മച്ചിക്ക് എന്താണ്, നമ്മളെ മാഹിൻ മച്ചാൻ്റെ അല്ലെങ്കിൽ സംസാരം, അല്ലെങ്കിൽ മാഹിൻ മച്ചാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ, അതും ജെറുസലേമിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മാഹിൻ മച്ചാനെ തല്ലണത്തറ. അതാണിപ്പോൾ ലൈവിലൊക്കെ വന്നിട്ടുള്ള ഒരു വെല്ലുവിളി നടത്തുന്നത് ആള്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി ആ സുഡാപ്പി മാഹീൻ എന്ന് പറയുന്ന ചെറ്റിയെ ഞാൻ സത്യത്തിൽ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവന് യെരുശലേമിൽ വല്ലതും ലൈവ് ചെയ്യുന്നത് വല്ലതും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തോ ഈ സുഡാപ്പി മാഹീൻ 7 ദിവസമായിട്ട് അവൻ്റെ അനക്കമൊന്നും കാണുന്നില്ല. അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തുന്ന ആ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിരുന്നു, ഈ സുഡാപ്പി മാഹീൻ്റെ. അപ്പോൾ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ്, ഇവൻ യെരുശലേമിൽ എന്തായാലും കാലുകുത്താതിരിക്കത്തില്ല. ഈ മാഹീൻ എന്ന് പറയുന്ന സുഡാപ്പി ചെറ്റ അവൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിൽ വന്ന് കാലുകുത്തിയപ്പോൾ തന്നെ ഇവൻ സത്യം പറഞ്ഞാൽ സുഡാപ്പിയാണ്, തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല. മാഹീൻ സുഡാപ്പി അവൻ ഇസ്രായേലിൽ എത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചതാണ്, എന്തായാലും ഇവൻ വ്ലോഗ് ചെയ്യാൻ യെരുശലേമിൽ വരും. അങ്ങനെ ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണം അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. പിന്നത്തെ കാര്യം പിന്നെ ഞാൻ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം, അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ കൊറോണം അടിച്ച് പൊളിക്കണം എന്നുള്ളത്. ഈ കൊതം അമ്മച്ചിയുടെയൊക്കെ വർത്താനം ഇതൊന്നല്ല, ഇതിലും കൂടുതൽ തരം താന്നും കൊണ്ടാണ് ഈ ഒരു അമ്മച്ചി ഈ വർത്താനം പറഞ്ഞിരുന്നത്, സംസാരിച്ചിരുന്നത്. ഈ ലൈവിലൊക്കെ വന്നിട്ട് വീട്ടിലുള്ളവർ, ഇപ്പോൾ ഈ മായിൻ്റെ ആണെങ്കിലും മായിൻ്റെ വീട്ടുകാരൊക്കെ എമ്മാതിരി പച്ചത്തെറിയാണ് ഈ പറഞ്ഞിരുന്നത്. അതല്ലേലും പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, ഈ തീട്ടം തിന്നുന്നവർക്ക് ഈ തീട്ടത്തിൻ്റെ ബുദ്ധിയല്ലേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളൊക്കെ മുമ്പിൽ ഇപ്പോൾ കുറച്ച് ചോറും കുറച്ച് തീട്ടം കൊടുന്ന് വെച്ച് കുടിച്ചാൽ ആദ്യം ഇങ്ങനത്തെയൊക്കെ ഐറ്റംസിന് കണ്ണ് പോണ നേരെ തീട്ടത്തേക്ക് കാരണം.
കാരണം തീട്ടം മറ്റാൾ പറഞ്ഞ മാതിരി മഞ്ഞ കളർ മഞ്ഞല്ലേ ഏറ്റവും, കാരണം ഈ മഞ്ഞപ്പിത്തുള്ളവനക്ക് എന്ത് കണ്ടാലും മഞ്ഞ എന്ന് പറഞ്ഞ പോലെ ഈ മഞ്ഞ കളറിലുള്ള തീട്ടം കണ്ട വേഗം തീട്ടത്തൊക്കെ അയാളെ കണ്ണു പോകണ്ടാക്കി. അപ്പോൾ ഈ അമ്മച്ചിൻ്റെ ഒക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ 4 നേരം ചോറിന് പകരം തീട്ടാകാരം തിന്നുണ്ടാക്കി. ഇതേമാതിരി തന്നെ വേറെ ഒന്നുണ്ടായിരുന്നു നമ്മളെ ബൈജു പിന്നെ ക്ലോസറ്റിൽ പോയിട്ട് പിന്നെ എന്താണ് വിശക്കുമ്പോഴാണ് ഇത് നക്കി തിന്നുക. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വിശന്നാലും വിശന്നിട്ടില്ലെങ്കിലും ഈ തീട്ടം മാത്രം സേവ് ചെയ്തും കൊണ്ട് നടക്കണ ഒരു തീട്ടാമ്മച്ചി, അതായത് കൊതമ്മച്ചി. എന്നിട്ടാണ് ഇപ്പോൾ മായിനെ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെതിരെ ഇപ്പോൾ ഈ ഒരു അമ്മച്ചിൻ്റെ വെല്ലുവിളിക്കെതിരെയൊക്കെ ആയിട്ട് ഈ മായിനെ തന്നെ ഒരു റീലിട്ടിരുന്നു. റീലിടുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തി അതല്ലെങ്കിൽ ജെറുസലേമിൽ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മായിന് എന്താണ് റീലിട്ടിരിക്കുന്നത്. ഒരു അടിപൊളിയായിട്ട് മായി മച്ചാൻ എന്തായാലും അത് പൊളിച്ചു. കാരണം ഒരു നല്ലൊരു മറുപടി തന്നെയാണ് ആ ഒരു റീലിലൂടെ കൊടുത്തിട്ടുണ്ട് ഈ കൊതം അമ്മച്ചിക്ക്. ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹിനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എന്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നമ്മളെ മാഹിന് ഈ ഒരു മറുപടി കൊടുത്തത് നന്നായിക്കണു. കാരണം കൊതത്തൊക്കെ നോക്കിയിട്ട് തന്നെ ഒരു മറുപടി കൊടുത്തല്ലോ ഈ കൊതൻ അമ്മച്ചിക്ക്. അപ്പോൾ എന്തായാലും ഈ മാഹിനിട്ട റീലിനെതിരൊക്കെ ആയിട്ട് ഈ അമ്മച്ചി വീണ്ടും ഒരു ലൈവിൽ വന്നിരുന്നു. അതായത് ആൾ പേടിച്ച് മറ്റാൾ പറഞ്ഞമാർ പേടിച്ച് തൂറിക്കണു. കാരണം വേഗം തൂറാൻ പോയിക്കാണ്. കാരണം എന്താ വെച്ചാൽ അത് തിന്നിട്ട് വേണം ആ തീട്ടം ഒന്നും കൂടി തിന്നിട്ട് വേണം ഒന്നും കൂടിയും ഉഷാറായിട്ട് ഒരു ലൈവ് ചെയ്യാൻ വെച്ചിട്ടാണ് ആൾ ഓടിക്കുന്നത്. എന്നിട്ട് അതിന് റീലിട്ടിക്കുകയാണ്. ഇവനിങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേന് എനിക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ ആനയാണ് ചേനയെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ആൾക്ക് പുട്ടിയവർക്ക് കാരണം ഡ്രസ്സും കാര്യങ്ങളും മേക്കപ്പും കാര്യങ്ങളും വൃത്തിയും വെടുപ്പൊക്കെ ആയിട്ട് വേണ്ടേ വരാനെന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി വീണ്ടും വന്ന ഒരു ലൈവിൽ വന്നിട്ട് പറയണത്. കാരണം ആൾക്ക് പുട്ടി വർക്ക് ചെയ്യാണ്ട് പോയി. കാരണം മേക്കപ്പൊക്കെ ചെയ്തിട്ട് വേണ്ട വരാൻ. 2-3 മണിക്കൂർ മായി നിന്നു എന്ന് പറഞ്ഞത് അത് മായിനൊരു 2-3 മണിക്കൂർ പകരം ഒരു ദിവസം അവിടെ നിൽക്കേണ്ടിയിരുന്നു. എന്നാലും ഈ അമ്മച്ചി വരൂല. കാരണം ആള് പേടിച്ചിരിക്കുകയാണ്. കാരണം വായിലെ വർത്താനം അല്ലെങ്കിൽ ആ നാവിന്നിങ്ങനെ വരുന്ന വർത്താനം മാത്രമേ ഉള്ളൂ ആളിന്. അല്ലാതെ ഈ തല്ലും ചെയ്യും അല്ലെങ്കിൽ ചെറിയ കർണ അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയുന്നത് ആ ഒരു തീട്ടത്തിൻ്റെ തിന്ന തീട്ടത്തിൻ്റെ ഒരു അത് ദഹിക്കണമായി വരെ ഉള്ളൂ. ആ ഒരു ഏമ്പക്കം ഉണ്ടാവില്ലോ, നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വയറ് അരച്ച് തിന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒന്ന് ഒരു ഏമ്പക്കം വിടുമല്ലോ നമ്മൾ തേട്ട്. അതിന് എന്ന് പറയുന്നത് തീട്ടം തിന്നിട്ടുള്ള തേട്ടലാണ് ഈ അമ്മച്ചിക്ക് വരുന്നത്, ഈ കൊതമ്മ അമ്മച്ചിക്ക് വരുന്നത്. എന്താണേലും കൊതമ്മ അമ്മച്ചി എന്തായാലും പേടിച്ച് തൂറിക്കണു. നീ 1 മിനിറ്റ് റീൽ എത്ര സമയം കൊണ്ട് എടുത്തു, ഏത് സമയം കൊണ്ട് എടുത്തു എനിക്ക് വല്ല അറിയാമോ? നീ ഏത് സമയത്താ നീ യെരുശലേമിൽ വന്നതെന്നും വിലാപ മതിലിൽ വന്നതും ഞാൻ എങ്ങനെയാണ് എണിച്ചു കാണാൻ? ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറക്കാത്തവനാണ് എന്ന് കാണിക്കാൻ നീ എന്തിനാടാ ഒരു റീലൊക്കെ ഇറക്കിയത്? ഞാൻ നിന്നെ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ വിലാപം മുതൽ റീലല്ലടാ റിയല് വേറെ റീല് വേറെ. മാഹീൻ എന്ന് പറയുന്ന ഗുണ്ടനോടാ ഞാൻ പറയുന്നത്. അവൻ വാടാ ലൈവില്. നീ വിലാപം മതിലിൽ വന്നിട്ട് 1 മിനിറ്റും 1 സെക്കൻഡുമുള്ള റീലെടുത്ത് ഉണ്ടാക്കിയിട്ടിട്ട് റീനയുടെ 2 കരണവും ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നീ 1 മിനിറ്റ് റീൽ എത്ര സമയം കൊണ്ട് എടുത്തു, ഏത് സമയം കൊണ്ട് എടുത്തു എനിക്ക് വല്ല അറിയാമോ? നീ ഏത് സമയത്താ നീ യെരുശലേമിൽ വന്നതെന്നും വിലാപ മതിലിൽ വന്നതും ഞാൻ എങ്ങനെയാ കാണുന്നത്? എണിച്ചു കാണാൻ ഞാൻ വല്ല കണിയാൻ? ഇപ്പം എന്തായാലും നമ്മളെ കൊതാമ്പേച്ചി എന്തായാലും ഇപ്പോൾ ചെല്ല്. കാരണം ഇനി അടുത്ത ആളെ പിടിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഈ നാവുകൊണ്ടുള്ള വർത്താനൊക്കെ ഒന്ന് നിർത്തൂല. കാരണം എന്താ വെച്ചാൽ തീട്ടം തിന്നുകയല്ല, അതുകൊണ്ട് പിന്നെ ഈ വർത്താനൊന്നും നിർത്തൂല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ കൊതാമ്മച്ചി എന്തായാലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീന അലക്സോ അല്ലെങ്കിൽ റീന ഫ്രാൻസിസോ അല്ലെങ്കിൽ റീന ജോണോ ആരാന്ന് എനിക്കറിയില്ല, കൂട്ടിച്ചേർക്കാനുള്ള പേര് ആരാന്നിപ്പോൾ എനിക്കറിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരാണെങ്കിലും ആ ആളെടുത്തേക്ക് ചെല്ല്, എന്നിട്ട് ആ ആളെ കൊതം നോക്കിയിരിക്കുക. അതിനുള്ള പിന്നെ ഈ അമ്മച്ചിനോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണേലും പുതിയൊരു കൊതം കൊണ്ട് വരുമെന്ന് വിചാരിക്കണു. നമ്മൾ കൊതം അമ്മച്ചിനോട് പറയാണ് പുതിയൊരു കൊതം കൊണ്ട് വായോ.